കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആദ്യമായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് AR റഹീം MP ആദ്യ കണ്ണിയായി ചങ്ങലയിൽ പങ്കുചേർന്നു. അതുപോലെ തന്നെ PK ശ്രീമന്ത് ടീച്ചർ ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്ഭവന് മുമ്പിൽ, തിരുവനന്തപുരത്തെ രാജ്ഭവന് മുമ്പിൽ EP ജയരാജൻ അവസാന കണ്ണിയായിക്കൊണ്ടാണ് ഈ ഒരു മനുഷ്യച്ചങ്ങല അവസാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ അതായത് റെയിൽവേ പദ്ധതികളോടക്കമുള്ള വിവിധ കേരളത്തിന്റെ സാമ്പത്തിക പദ്ധതികളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ടാണ് ഇത്തരമൊരു വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ, 20 ലക്ഷത്തോളം യുവജനതയെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടത്. മനുഷ്യച്ചങ്ങലയിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ആളുകളും പങ്കെടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എല്ലാ മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ കലാകാരന്മാരും അത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ ഒരു മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടി ഇവിടെ അണിനിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്തു. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയപാതയ്ക്ക് അനുയോജ്യമായി ഓരം ചേർന്നുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രതിഷേധം ഇവിടെ അണിനിരുന്നത്. പ്രതിഷേധത്തിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിജ്ഞയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റുചൊല്ലി. അങ്ങനെ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഈ ഒരു മനുഷ്യച്ചങ്ങല ഇവിടെ ഡിവൈഎഫ്ഐ അവസാനിപ്പിച്ചിട്ടുള്ളത്.